നമസ്കാരം 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 മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQSന്റെ മോർണിംഗ് ലൈവ് സെഷനിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മളുടേതായിട്ടുള്ള ഒരു രീതികളായിട്ട് മുമ്പോട്ട് വളരെ സക്സസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ്, എൻ്റേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി പഠിക്കാനോ മനസ്സിലാക്കാനോ ലൈവിലോ ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി തന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക് ഇൻഫർമേഷൻ ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തതിന് ശേഷം മാത്രം കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരെ കുറച്ച് ലൈവ് വീഡിയോസ് ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എൻ്റെ രീതി എന്താണെന്ന് മനസ്സിലാവും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈവിൽ വരുന്ന ആൾക്കാർ ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ഞാൻ എടുക്കാനും വിൽക്കാനും പറയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പരസഹായമില്ലാതെ ഭാവിയിലൊരു ഫ്യൂച്ചറിൽ ഒരു സക്സസ്ഫുൾ ട്രേഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് പഠിക്കണം. എന്നീ പറഞ്ഞ പോലെ തന്നെയാണ്, അതാണ് എൻ്റെ രീതികളും. ഞാനൊരിക്കലും ട്രേഡിങ് പഠിപ്പിക്കുന്ന വ്യക്തിയല്ല, എൻ്റേതായിട്ടുള്ളൊരു ചാർട്ട് റീഡ് ചെയ്യാനായിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി വിളിക്കാം. എന്താണെങ്കിലും വിളിച്ചേ പറ്റത്തുള്ളൂ, എന്നാലേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ 9:07 ലൈവ് സെക്ഷനിലേക്ക് പോവാം. ഇന്നത്തെ പ്രീ ഓപ്പൺ മാർക്കറ്റിൻ്റെ ഗ്യാപ്പപ്പ് ഏത് രീതിയിലാണെന്ന് നമുക്ക് നോക്കാം. എത്ര പോയിൻ്റാണ്? 118 പോയിൻ്റാണ് മാർക്കറ്റിൽ അപ്പ് കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് മാർക്കറ്റ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ആഴ്ച തൊട്ടേ പറയുന്നുണ്ട്, അതായത് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച തൊട്ടേ പറയുന്നുണ്ട് അടുത്ത 1-2 ആഴ്ച നമുക്ക് അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് ഇങ്ങനെ മാർക്കറ്റ് കയറി ഇറങ്ങിയാണ് മാർക്കറ്റിന് മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള ചാൻസസ് എന്ന്. അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ മൂവ് ചെയ്തിരിക്കുന്നത് 22,656 പ്ലസ് 118 22,538 അല്ല സോറി ഞാൻ കുറയ്ക്ക് ചെയ്തു 22,656 പ്ലസ് 118 22,774. അപ്പോൾ ഏതാണ്ടൊക്കെ ഒരു ഹൈയിലാണ് മാർക്കറ്റ് 778. അപ്പോൾ അത് ഒരു 22,783 വരെ മാർക്കറ്റ് പോകാനായിട്ടുള്ള ചാൻസസിലാണ് നിലവിൽ നിൽക്കുന്നത്. 22,783 എന്നുള്ള ലെവലിലായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നിൽക്കുന്നത്. ഈ ഓവർനൈറ്റ് ഹോൾഡിങ് ഞാൻ മെജോറിറ്റി ആൾക്കാരോട് റെഫർ ചെയ്യാത്തതിൻ്റെ കേസ് എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ശരിക്കും RSI താഴത്തോട്ടാണ്, ഗ്യാപ്പ് ഡൗൺ ആവാം, ഗ്യാപ്പ് അപ്പ് ആവാം, അതൊക്കെ നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആണ്, ഒരു പരിധിവരെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. എന്നിരുന്നാലും മാർക്കറ്റ് താഴത്തോട്ടൊക്കെ വരാനുള്ളത് തന്നെയാണ്. പിന്നെ വീക്കിലി ഹൈയിലേക്കാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് നിൽക്കുന്നത്. ഡെയിലി ആണെങ്കിലും അപ്സൈഡിലേക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത്, വീക്കിലി ആണെങ്കിലും മാർക്കറ്റ് ഇവിടെ നിന്ന് തിരിയാൻ വേണ്ടി തയ്യാറെടുത്തൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. SMA സപ്പോർട്ട് എടുത്തിട്ടാണ് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച മാർക്കറ്റ് മൂവ് ചെയ്ത് മുകളിലേക്ക് പോയത്. അപ്പോൾ ഇപ്പോൾ നിലവിലത്തെ ഒരു സിനാരിയോ വെച്ചിട്ട് മാർക്കറ്റ് എവിടം വരെ വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈ 22,890 വരെ മാർക്കറ്റ് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതിന് വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 1 വീക്കിലി 22,998 അല്ലെങ്കിൽ 23,000 വളരെ നല്ല രീതിയിൽ സ്ട്രൈക്കേഴ്സ് സെല്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മാർക്കറ്റ് അവിടേക്ക് ഒരു അൺവൈൻഡിങ്ങിന് വേണ്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെയുള്ളത് 23,498 വീക്കിലി നോക്കുമ്പോൾ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ 22,890, അത് അപ്രോക്സിമേറ്റാണ്, കറക്റ്റ് ലൈനൊന്നും അല്ല, 22,900 ഏകദേശമൊക്കെ കണക്കൂട്ടി നമുക്ക് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ നമുക്ക് നമ്മളുടെ കാര്യത്തിലേക്ക് കിടക്കാം. എന്തായാലും മാർക്കറ്റ് ഓപ്പൺ ആവട്ടെ. ആദ്യത്തെ 15 മിനിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് സ്റ്റേ ചെയ്തിട്ട് ഒന്നെങ്കിൽ വെരി നെക്സ്റ്റ് ക്യാൻഡിൽ ഈ ഒരു റെഡ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോന്നാൽ മാർക്കറ്റ് 22,734 ഫോളോ ആവുന്നത്. അപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ 22,890 ഒരു കണ്ടിന്യൂഷൻ മൂവ് മാർക്കറ്റിൽ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം 30 മിനിറ്റിൽ മാത്രമാണ് ഒരു അപ്സൈഡിലേക്കുള്ളൊരു മൂവ് കാണിച്ചിട്ട് നിൽക്കുന്നത്.
അപ്പോൾ എന്തായാലും മാർക്കറ്റ് ഓപ്പൺ ആവട്ടെ. 9:12 3 മിനിറ്റ് കൂടെ ഉണ്ട്, അപ്പോൾ നമുക്ക് വരാം. ഓക്കെ, മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന പി നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന 22,800 പി ആണ്. സി 22,700 നമുക്ക് മാറ്റി സെലക്ട് ചെയ്യാം. ആദ്യത്തെ 15 മിനിറ്റ് എന്തായാലും ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. നിഫ്റ്റി 22,800 സി. ഇപ്പം 135 മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത്. ഈ ലൈൻ ബ്രേക്ക് ചെയ്താൽ 140 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. 140 ബ്രേക്ക് ചെയ്താൽ 147. ഇത് കഴിഞ്ഞ ദിവസം വരേണ്ട ഏരിയാസാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടത്. ഏകദേശം 140 മുട്ടി നിൽക്കുന്നത്. നെക്സ്റ്റ് ക്യാൻഡിൽ ഈ ക്യാൻഡിൽ അതും ബ്രേക്ക് ചെയ്ത് പോയാൽ 145 147 വരെ എന്തായാലും സാധനം പോകും. 147 ഒരു കൺസോൾട്ടേഷൻ സോണാണ്. ആ സോണിൽ ചെന്ന് മാർക്കറ്റ് കൺസോൾട്ടേഷൻ ചെയ്ത് നിന്നിട്ടേ അടുത്ത മൂവ്മെൻറ്റ് എന്തായാലും ഉണ്ടാവത്തുള്ളൂ. അടുത്ത 15 മിനിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിയിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്ട്രൈക്ക് 22,800. ഇത് ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്താൽ നെക്സ്റ്റ് ക്യാൻഡിൽ അപ്പിലേക്ക് പോകുന്നു മാത്രമേ ഉള്ളൂ. ആ 136 കുറച്ച് നമ്മൾ ഡിലേ ആയിപ്പോയി സ്ട്രൈക്ക് സെലക്ട് ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്ക് ആ 132 140 8 പോയിന്റ് ഈസി ആയിട്ട് നമുക്ക് ഏൺ ചെയ്യായിരുന്നു. ഇനി 141 ബ്രേക്ക് ചെയ്താൽ 145 149 ആ ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. എന്തൊക്കെ അവിടെ ഉണ്ടെന്ന് നോക്കാം. 147 കൺസോൾട്ടേഷൻ സോണാണ്. 140 മുതൽ 147 വരെ. 147 ബ്രേക്ക് ചെയ്താൽ പിന്നെ 160. അത് മാക്സിമം പോകാവുന്ന ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 163 മാക്സിമം പോകാൻ പോകുന്ന ഏരിയ. RSI സ്റ്റിൽ എന്താ പറയണ്ട, സിക്ക് അനുകൂലമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതിനിടയ്ക്ക് ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് മെജോറിറ്റി ഈ പറഞ്ഞ പോലെ കൺസോൾട്ടേഷൻ തന്നെയാണ്. കാരണം യെല്ലോ ലൈനൊക്കെ നല്ല രീതിയിൽ ഡെപ്തിലാണ് നിൽക്കുന്നത്, താഴത്താണ് നിൽക്കുന്നത്. നെക്സ്റ്റ് ക്യാൻഡിൽ ഇമ്പോർട്ടൻ്റ് ആണ്. 140 മുതൽ 147 വരെ. പിയിലാണെന്നുണ്ടെങ്കിൽ ഒരു 135 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 140 അത് 171 വരെയൊക്കെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈ 132 എന്നുള്ളത് ഓപ്പൺ പ്രൈസാണ്. അപ്പോൾ അത് ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്ത് നിന്നിട്ട് അവിടെ നിന്ന് ഒരു ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രമാണ് മാർക്കറ്റ് എങ്ങനെ പോകുള്ളൂ. ഒരു 100 കൺഫേം ആയിട്ടുള്ളൊരു എൻട്രി നമുക്കൊരു 134 കഴിഞ്ഞാലൊക്കെ വലിയ വിഷയമില്ല, ഒറ്റയടിക്കായിരിക്കും. അതൊന്ന് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. 135 വന്നിട്ടുണ്ട്. 135 ബ്രേക്ക് ചെയ്താൽ 140. ഇപ്പുറത്ത് 140 തൊട്ട് 147 വരെയും. ഇവിടെ 135 മുതൽ 140 ആവാം, 144 ആവാം, 148 ആവാം, 169 ആ മഞ്ഞ ലൈൻ നോക്കി പോകാം. അങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. ചെറിയ 5 പോയിന്റ് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഒരു 4 ട്രേഡ് എടുത്താൽ തന്നെ 20 പോയിൻ്റായി. വൈകുന്നേരം വരെ സമയമുണ്ട്. അതിനിടക്ക് 2 മിനിറ്റിൻ്റെ RSI ഒക്കെ ആണെങ്കിൽ ഒരു 5-8 തവണയെങ്കിലും കർവ് ഉണ്ടാവും. 5 മിനിറ്റിൻ്റെ ആണെങ്കിൽ ഒരു 3 മിനിറ്റിൻ്റെ കർവ് ഉണ്ടാവും. 15 മിനിറ്റ്സ് നോക്കുമ്പോൾ മാത്രമാണ് സിംഗിൾ എൻട്രി കിട്ടുന്നത്. ലോഡ് സൈസ് കൂട്ടിയിട്ടാണെങ്കിൽ 2 മിനിറ്റിൽ നമുക്ക് നോക്കാം. ലോഡ് സൈസ് കുറച്ചിട്ടാണെങ്കിൽ 15 മിനിറ്റ്സിൽ നോക്കാം. ഈ ബ്രോക്കറേജ് ഒക്കെ കൂടുതലുള്ള ആപ്ലിക്കേഷനൊക്കെ ആണെങ്കിൽ ചെറിയ ടോട്ടൽ 15 മിനിറ്റ്സ് എടുത്തിട്ട് ലോങ് വരെ ഹോൾഡ് ചെയ്താലും വലിയ വിഷയങ്ങളൊന്നുമില്ല.
കാരണം ഇവിടെ റെഡിൽ അല്ലെങ്കിൽ ഇവിടെ വൈറ്റിൽ മുട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കിടന്നിട്ട് സ്ട്രഗിൾ കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ 133 ചെറിയ സ്റ്റോപ്പ് ലോസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു 10 പോയിന്റ് ഇതോ, അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് ഹെഡ്ജിങ് മെത്തേഡ് പറയാറുണ്ട്, ആ മെത്തേഡിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് സ്പോട്ടാണിത്. നല്ലൊരു ബ്രേക്കൗട്ട് 140 മുകളിലേക്ക് ഒരു ബ്രേക്കൗട്ട് ഇനി വന്നാൽ നല്ല രീതിയിലുള്ള വോളിയം മൂവ്മെൻ്റ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. 140 ബ്രേക്ക് ചെയ്താൽ ഒറ്റയടിക്ക് 145ലേക്ക് വന്നാലും നമ്മൾ 140 എടുത്ത പ്രൈസ് തന്നെ നമുക്ക് ലോക്ക് ചെയ്തിടാനായിട്ട് സാധിക്കണം. കാരണം ഒറ്റയടിക്കായിരിക്കും 145 ഇട്ട് പോകണം. കാരണം ഇനി വരുന്ന ക്യാൻഡിൽസിന് വോളിയം കൂടുതലായിരിക്കും. $140.27 142 ഉടനെ കയറ്റി അങ്ങ് ഇട്ടേക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ താഴത്തോട്ടൊക്കെ ഒന്ന് വന്നിട്ടേ മാർക്കറ്റ് മൂവ് ആവുള്ളൂ. നമ്മൾ എടുത്തു കഴിഞ്ഞ ഉടനെ അത് അങ്ങനെ തന്നെ അങ്ങ് കയറി പോകണം എന്നുള്ള വാശി പിടിക്കുന്നത് അത്ര നല്ല എന്താ പറയണ ഒരു ശീലമല്ല. അതിനൊന്ന് മൂവ് ചെയ്യാനുള്ളൊരു സ്പേസ് കൊടുക്കണം. $141.14 അതിൽ താഴത്തേക്ക് വന്നാൽ മാത്രമേ ഡൗൺ ആവുള്ളൂ. 144.50 ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു അര പോയിൻ്റൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ച് താഴത്തോട്ട് ഇറങ്ങും. ഇനി പെട്ടെന്നൊരു ഫാള് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് 141 താഴത്തോട്ടൊരു ഫാള് വന്നാൽ മാർക്കറ്റ് സഡൻ 130ലേക്ക് പോരും. ഇവൻ ഒറ്റടിക്ക് അപ്പിലേക്കും പോകാനുള്ള കരുതൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. കാരണം 145 ബ്രേക്ക് ചെയ്തിട്ടില്ല, 144.50 വരെ പോയിട്ടുള്ളൂ. ഇതുകൊണ്ട് നെക്സ്റ്റ് ക്യാൻഡിൽ ഇമ്പോർട്ടൻറ്റ് ക്യാൻഡിലാണ്. ഒന്നെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് 145 ബ്രേക്ക് ചെയ്ത് അങ്ങ് പോകും, അല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ സഡൻ ആയിട്ട് താഴത്തോട്ട് ഫാളാവും സിയിൽ. കാരണം 144.50 വരെ മാർക്കറ്റ് വന്നിട്ടുള്ളൂ. അതിനെന്താണെന്ന് അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പറയാറുണ്ട്, ആ വാതിൽ തുറന്നു കഴിഞ്ഞാൽ മാർക്കറ്റിന് മുകളിലേക്ക് പോകണം. അപ്പോൾ അത് ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇനിയും എടുക്കാമല്ലോ, 145 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് ഇനിയും എൻട്രി എടുക്കാമല്ലോ. എന്തും സംഭവിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ഡോജി ക്യാൻഡിലാണ്. ഈ ഡോജി ക്യാൻഡിൽ ശരിക്കും ട്രെൻഡ് കണ്ടിന്യൂഷനാണ് വരേണ്ടത്. നെക്സ്റ്റ് ക്യാൻഡിൽ നേരത്തെ ഉണ്ടായിരുന്ന അതേ അളവിൽ, അതായത് 134 മുതൽ 141 വരെ 7 പോയിന്റ് മൂവ് ചെയ്യേണ്ട അതേ ക്യാൻഡിലാണ് ഇനി വരേണ്ടത് ഡോജി ക്യാൻഡിലായാൽ. അല്ലെങ്കിൽ സാധനം ഭൂന്നും പറഞ്ഞിട്ട് 117ലേക്ക് പോരും. ഈ സാധനം പറന്ന് മുകളിലോട്ടും പോകും. നമുക്ക് നോക്കാം. ശരിക്കും ഒരു 5 പോയിന്റ് ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇടുക, 5 പോയിന്റ് ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇടുക. 140 ഒരു കവറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും 150ലേക്ക് വരും. അപ്പോൾ അത് 5 പോയിന്റ് കിട്ടും. ഇവിടെ സ്റ്റോപ്പ് ലോസ് അടിച്ചാലും അതങ്ങ് അടിച്ചു പൊക്കോളും. നേരെ മറിച്ച് ഇത് 126ൽ നിന്ന് 136 വരെ 10 പോയിന്റ് കിട്ടും. അങ്ങനെ പോയാലും 5 പോയിന്റ് സ്റ്റോപ്പ് ലോസ് അടിച്ചാലും നമുക്ക് വിഷയമില്ല. നല്ല ബ്രേക്കൗട്ട് ഇപ്പോൾ വരും. സിംഗിൾ ക്യാൻഡിലിൽ നല്ല രീതിയിൽ മൂവ് കിട്ടുന്ന ഒരു ബ്രേക്കൗട്ട് ഇപ്പോൾ എന്തായാലും വരും. കാരണം 1, 2, 3 ക്യാൻഡിലായി ഈ 145ൻ്റെ പ്രദേശത്ത് കിടന്ന് കളിക്കണത്. അത് ഒരു തവണ ഒന്ന് ബ്രേക്ക് ആയാൽ ഡെഫിനറ്റ്ലി ഒരു 150ലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്.
മെജോറിറ്റി സിയിൽ തന്നെയാണ് ചാൻസ്. പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വല്ലതും വന്നാലുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം RSI ഇവിടെ ക്രോസ് ഓവർ ആയിട്ടില്ല. RSI ക്രോസ് ഓവർ ആവുന്നവരെയും സി തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് എങ്ങാനും താഴത്തേക്കൊരു ഫാള് വന്നാൽ നമുക്ക് താഴത്തുനിന്ന് വീണ്ടും എടുക്കാമല്ലോ, പ്രശ്നങ്ങളില്ലല്ലോ. നമുക്ക് ഒഴിഞ്ഞു മാറിയിട്ട് വേണമെങ്കിൽ വീണ്ടും എടുക്കാം. കാരണം ഇവിടെ ആകെ കൺഫ്യൂസ്ഡാണ്. ബ്രേക്ക് ചെയ്ത് മുകളിലോട്ടാണോ ഇവിടെ ഒറ്റയടിക്ക് താഴത്തോട്ട് വന്നിട്ട് 130 സപ്പോർട്ട് എടുക്കുമോ എന്നുള്ള ഒരു ഡൗട്ട് മാത്രമേ ഉള്ളൂ. അതാണ് 5 പോയിൻറ്റ്സ് രണ്ടും എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടാലും വലിയ വിഷയങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ റീസൺ. എന്തായാലും ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റ് സിംഗിൾ ക്യാൻഡലിൽ 10 പോയിൻ്റ് കിട്ടുന്ന മൂവ്മെൻറ്റ് എന്തായാലും വരും. അത് ഏത് ഭാഗത്തേക്കാണ് എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഒരു സംശയമുള്ളൂ. കാരണം ഇതിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ഈ ക്യാൻഡലിന് ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ റെഡ് അത്ര വലിയൊരു സുഖമുള്ള റെഡായിട്ട് എനിക്ക് തോന്നുന്നില്ല. തിരിച്ച് മുകളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ മുകളിലോട്ട് പോകാം. 137 സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് സോൺ. 137 താഴത്തോട്ട് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് ഫാൾ ആവുള്ളൂ. ഇവിടെ ഈ ഒരു വൈറ്റ് ലൈൻ ബേസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് 130 വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ്. ആ 130 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 134 136 മാർക്കറ്റ് പിയിൽ മൂവ് ചെയ്യത്തുള്ളൂ. RSIയിലൊരു മടക്ക് വരാനായിട്ടുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ്. അതിൻ്റെ ഇടക്ക് ഫുൾഫില്ല് ചെയ്യാനായിട്ട് വല്ലതും 150 പോയാലേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് 5 പോയിൻറ്റ്സേ കിട്ടിയിട്ടുള്ളൂ. കാരണം ഇത് രണ്ടാമത് ഇതിനകത്ത് ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ആ ഒരു 134.50 വന്നപ്പോൾ ഒരു പോയിന്റിലേക്ക് കയറ്റിയിട്ടു. ഇവിടെ 130 135 ഒരു പോയിന്റ് അവിടെയും കിട്ടി. 6 പോയിന്റേ ഉള്ളൂ. ഇനി സേഫായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ഒരു 4 പോയിന്റും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തേക്കുള്ള 10 പോയിന്റ് താൽക്കാലികമായിട്ടാവും. എത്ര വരെ പോയി? 146 വരെ. ഒരു 150 ഞാൻ പ്രതീക്ഷിച്ചത്. 147.50 പൊക്കോട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ പിയിൽ 126 സപ്പോർട്ട് എടുത്തുകൊണ്ടാണ് സി 150 വരെ പോവാത്തത്. $147. ഈ 126 വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ്. അവിടെ ടച്ച് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ശരിക്കും അതൊന്ന് ബ്രേക്ക് ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിൽ താഴത്തോട്ട് വന്നാലേ 150 ഇത് ഫുൾഫില്ല് ചെയ്യത്തുള്ളൂ. നമ്മൾ അങ്ങനെ വേണം ട്രേഡ് എടുക്കാനായിട്ട്. കാരണം അപ്പുറത്തെ ട്രിഗർ പ്രൈസിൽ എത്താത്തതിൻ്റെ റീസൺ ഓപ്പോസിറ്റ് ചാർട്ടിൽ നോക്കി നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പുറത്ത് നമുക്ക് ഇറങ്ങാനായിട്ട് പറ്റും ഈസി ആയിട്ട്. അതാണ് എപ്പം നമ്മൾ ബ്രേക്കൗട്ട് ചെയ്താലും നമ്മൾ സ്റ്റോപ്പ് ലോസ് കയറ്റി ഇടാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഒന്നാമത്തെ കേസ് ഞാനിവിടെ പറഞ്ഞു, ഇത് ഇവിടുത്തെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് ആ ഒരു ഫുൾഫില്ല് ചെയ്യാൻ വരാനുള്ള ചാൻസ് ഉണ്ട്.
അതെന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ 150 പോവാഞ്ഞേ? എത്ര വരെ പോയി ആ ക്യാൻഡിൽ? 147.65 വരെ പോയിട്ടുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ക്യാൻഡിൽ കറക്റ്റ് 126 വന്ന് ഹിറ്റ് ചെയ്തു. അത് ഹിറ്റ് ചെയ്തപ്പോൾ നമ്മൾ അവിടെ അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യണം. അത് നോക്കാം. പണ്ട് ഈ ഡബിൾ ചാർട്ടൊന്നും നോക്കുന്ന പരിപാടി ഇല്ലായിരുന്നു. അപ്പോൾ പിന്നീട് നമ്മൾ പറയുന്ന ടാർഗറ്റിൽ എത്താതെ മാർക്കറ്റ് റിവേഴ്സ് ആയപ്പോൾ അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയത് പിന്നെയാണ് ഡബിൾ ചാർട്ട് ആക്കാനായിട്ട് നോക്കിയത്. മറ്റേത് എന്തുകൊണ്ട് പോവാത്തതെന്ന് നമുക്ക് പിയുടെ ചാർട്ടിൽ നോക്കിയാൽ മനസ്സിലാവണം. പിയിലേക്ക് മാർക്കറ്റ് കൺവേർട്ട് ആവാനായിട്ടുള്ള സാഹചര്യങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. RSI ക്രോസ് ഓവർ ആവുന്നുണ്ട്. നമ്മൾ പറഞ്ഞത് 5 പോയിന്റ് വെച്ചിട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട്, എനിക്ക് അതിൽ 3 പോയിന്റേ കിട്ടിയിട്ടുള്ളൂ. കാരണം അത് ഇപ്പുറത്ത് 126 മുട്ടിയപ്പോഴത്തേക്കും നമ്മൾ ആദ്യത്തെ റെസ്പെക്റ്റ് ആണല്ലോ അത്. ആദ്യം നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണമെന്ന് എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്നതാണ്. റെസ്പെക്റ്റ്. ആ റെസ്പെക്റ്റ് അവിടെ നടത്തിയപ്പോൾ അപ്പുറത്ത് നമുക്ക് 10 പോയിന്റ് കിട്ടിയില്ല, 3 പോയിന്റ് അതിൽ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇനി ഒരു 2 പോയിന്റും കൂടെ കിട്ടണം. ആ 2 പോയിന്റ് എവിടെ, സ്പേസ് എവിടെയാണുള്ളത്? ഈ ക്യാൻഡലിൻ്റെ ഹൈ എത്ര? ഈ വളരെ സേഫായിട്ട് ലിമിറ്റോട് ഇട്ടിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന സ്പേസ് 133. ഇവിടെ 133 അപ്പോൾ ഒരു 132 മുതൽ 144 വരെ ഈസി ആയിട്ട് 2 പോയിന്റ് കിട്ടാനുള്ള സ്പേസ് ഉണ്ട്. 133, 134 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകത്തുള്ളൂ. ഇവിടെ സെൻട്രൽ ലൈനിൽ തട്ടി നിൽക്കുന്നതുകൊണ്ടാണ് മാർക്കറ്റ് താഴത്തോട്ട്, അത് ഒന്ന് ബ്രേക്ക് ചെയ്ത് വന്നാൽ താഴത്തോട്ടാണ്. രാവിലെ നല്ല രീതിയിലുള്ള കൺസോൾട്ടേഷനാണ് മാർക്കറ്റ് തന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 2 പോയിന്റും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യം ഏതാണ്ടൊക്കെ സേഫ് ആവും. അപ്പോൾ കാലാവസ്ഥക്ക് അനുസരിച്ചിട്ട് നമ്മൾ തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിച്ചാൽ എന്തെങ്കിലുമൊക്കെ നടക്കത്തുള്ളൂ. നല്ല വോളിയം വരുന്നുണ്ട്, നല്ല രീതിയിൽ വോളിയം വരുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കേസ് സിയിൽ 141.25, അതിൻ്റെ ഹൈ 141.25 ആണ്. അപ്പം അതുകൊണ്ട് ഈ ഗ്രീൻ ക്യാൻഡിലിന് എത്രമാത്രം വാല്യൂ ഉണ്ടെന്ന് എനിക്കറിയില്ല. കാരണം തിരിച്ചൊക്കെ കയറി പോകാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് 2 പോയിന്റ് മതിയല്ലോ. 133.40 നല്ല വോളിയം കയറുന്നുണ്ട്. എന്നുവെച്ചാൽ വോൾട്ടാലിറ്റി കൂടുതലാണ്. അത് പോയ പോലെ തന്നെ മാർക്കറ്റ് തിരിച്ചു വന്നു. നമ്മൾ ആ തിരിച്ചുള്ള വലിവ് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് ഓപ്പൺ 141.25 ആണ്, അതിൻ്റെ ഹൈ 141.25. ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ക്രോസ് ഓവർ വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. 135 മേജർ സപ്പോർട്ട്. എന്തെങ്കിലും ആവട്ടെ, നമുക്കുള്ള 2 പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ചേ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളൂ. ആദ്യത്തേൽ 5 പോയിന്റ്, രണ്ടാമത്തേൽ 3 പോയിന്റ്, അപ്പം 5, 3, 8. ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈയിൽ ഒരു 2 പോയിന്റ് വേണ്ടു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 2 പോയിന്റും കൂടെ എടുത്തിട്ട് ഇപ്പം നമ്മുടെ ഡെയിലി റൊട്ടീൻ സസ്റ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. ഇത് ബ്രേക്ക് ചെയ്യട്ടെ, 134 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ 143 മൂവ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ പിയിൽ നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് കിട്ടണമെങ്കിൽ സപ്പോർട്ട് എടുക്കാനായിട്ട് ഒന്നും കൂടെ 126 120 ചിലപ്പോൾ വരാം. പിയിൽ മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു 120 120s ഒന്ന് ഉൾവലിയാനായിട്ടുള്ള, സുനാമിക്ക് മുമ്പ് കടൽ ഉൾവലിയണ പോലെ ഒന്ന് ഉൾവലിയാനുള്ള ചാൻസ് ഉണ്ട്.
അതാ നോർമൽ മൂവ് ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് മാർക്കറ്റ് ഈ പോക്കിൽ തന്നെ 134 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകത്തുള്ളൂ. നേരെ മറിച്ച് അത് സ്റ്റോപ്പ് ലോസ് ഇങ്ങോട്ട് അടിക്കുവാണെങ്കിൽ ഇവൻ 145 ബ്രേക്ക് ചെയ്തിട്ട് 150 പോകും. കാരണം ഇതൊരു പിൻബാറാണ്, അതൊരു പോസിറ്റീവ് സൈനാണ്. പിന്നെ ഇതിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്തേക്കുള്ള തിരിച്ചുവരവ് പ്രതീക്ഷിച്ചത്. ഇതൊക്കെ നമ്മൾ കണ്ട് ശീലിക്കുന്ന കാര്യങ്ങളാട്ടോ, കണ്ട് ശീലമായതാ. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് 134 ബ്രേക്ക് ചെയ്താൽ 151 വരെ മാർക്കറ്റ് മൂവ് ചെയ്യും. നെക്സ്റ്റ് ക്യാൻഡിൽ ഇമ്പോർട്ടൻ്റ് ആണ്. സി ലെഫ്റ്റ് സൈഡിൽ 133 ടച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ചെറിയൊരു ബ്രേക്കൗട്ട് കിട്ടിയത്. ഇനി ഒരു തവണ കൂടെ ഈ ഒരു 133 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 124 ഫാൾ ആവത്തുള്ളൂ. ഇപ്പോൾ നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അതായത് ഇതിൻ്റെ ഹൈ അഗെയിൻ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 143 പോകത്തുള്ളൂ. ഇതെന്താണല്ലേ, രാവിലെ നല്ല രീതിയിലുള്ള കൺസോൾട്ടേഷനാണ്. ഈ എൻട്രി ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിയിലേക്ക് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യണമെങ്കിൽ 133 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരണം. ലെഫ്റ്റ് സൈഡാണ് സിയുടെ ചാർട്ട്, റൈറ്റ് സൈഡിലാണ് പിയുടെ ചാർട്ട്. എഗെയിൻ 130 കൂടെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ പോലെ അതേ മൂവ്മെൻ്റ് ഉണ്ടാവും. എന്ന് വെച്ചാൽ വലിയ ക്യാൻഡിൽ ഉണ്ടാവും. അത് 149 വരെ മാർക്കറ്റ് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. 35 ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിൽ പോയാൽ, അതായത് ഇവിടെ കൂടെ ബ്രേക്ക് ആവണം കേട്ടോ. ഇവിടെ കൂടെ ലെഫ്റ്റ് സൈഡ് സിയും കൂടെ ബ്രേക്കായിട്ട് താഴത്തോട്ട് വന്നാലേ മാർക്കറ്റ് 120, 124, 117 ഇതൊക്കെയാണ് സപ്പോർട്ട് എടുക്കാനുള്ള ഏരിയാസ്. RSI ഇവിടെ പിയിലേക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട്. നമ്മൾ 2-3 ക്യാൻഡിലിന് മുമ്പേ അനുകൂലമായിട്ട് വരാൻ ചാൻസ് ഉണ്ടെന്ന് നമ്മൾ പറയുന്നതാണ്. ഇതൊരു പിൻബാറാണ്, ഇതൊരു പോസിറ്റീവ് സൈനാണ്. ഈ പിൻബാർ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരണം. റെഡിലേക്ക് കയറിയിട്ടില്ല. മുപ്പത്തിനാലും 10, 44, 46 രണ്ടിലും ഒരു 5 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടാലും വിഷയമല്ല, ഹെഡ്ജ് ചെയ്തെടുക്കുക. സിയിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ലെഫ്റ്റ് സൈഡ് സിയിൽ പിൻബാറിൻ്റെ ബോട്ടം ലെവലിൽ വന്ന് സപ്പോർട്ട് അടിച്ച് നിൽക്കുകയാണ്. നെക്സ്റ്റ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം 130 എന്നുള്ള സപ്പോർട്ട് ലെവൽ 135, 130 പിൻവാങ്ങിയിട്ടുണ്ട് ആ ഒരു ഗ്രീൻ ലൈൻ. അതിനർത്ഥം താഴത്തേക്ക് റൺ ചെയ്യാനുള്ള സ്പേസ് ഇട്ടിട്ടുണ്ടെന്നാണ്. നെക്സ്റ്റ് ക്യാൻഡിൽ അടുത്ത 2 ക്യാൻഡിലിനുള്ളിൽ എന്തായാലും ഒരു മൂവ് ഉണ്ടാവും, ഏതെങ്കിലും ഒരു സൈഡിട്ട്. ഇത് ഗ്രീനിലേക്ക് കയറിയിട്ടില്ല. ഒന്നാമത്തെ കേസ് എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സ് ആവണം? ഒന്ന് 133 സപ്പോർട്ട് എടുത്തു. സെക്കൻഡ് തിങ് RSI താഴത്തോട്ട് കയറിയിട്ടില്ല. ഈ 133 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് ഡൗൺ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അത് താഴത്തോട്ട് വന്നാൽ ഇത് അപ്പായിട്ട് 135 മുതൽ 146 മാക്സിമം പോയാൽ 150 വരെ വരാം. 15 പോയിന്റ് ഇവിടെയും 15 പോയിന്റ് അപ്പുറത്തും. അവിടെയും 150 ടാർഗറ്റ് പ്രൈസാണ്, ഇവിടെയും 150 ടാർഗറ്റ് പ്രൈസാണ്. 30, ഒരു 27, 10 ഒരു 8 പോയിൻ്റൊക്കെ സ്റ്റോപ്പ് ലോസ് ഇട്ടാലും, രണ്ടിലും സ്റ്റോപ്പ് ലോസ് ഇട്ടാലും വിഷയമില്ല.
RSI പിയിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ ഒന്നെങ്കിൽ ഇനി അടുത്ത തവണ 146 ബ്രേക്ക് ചെയ്താൽ 36 ബ്രേക്ക് ചെയ്താൽ 144ലേക്കാണ്. പ്രശ്നങ്ങളൊന്നുമില്ല. അതിനിടയ്ക്ക് വല്ല സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിന് വേണ്ടി 128ലേക്കോ 131ലേക്കോ ഒന്ന് ഫാളായാലുള്ള ഇഷ്യൂ മാത്രമേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഓൾറെഡി പിയിലേക്ക് കൺവേർട്ടായി കഴിഞ്ഞു. അമ്മേ, രണ്ട് ചാർട്ടിലും വ്യത്യാസം കാണാം. അതായത് 1, 2, 3 ക്യാൻഡിലിൻ്റെ ബേസ് കറക്റ്റാണ്. ഇവിടെ 1, 2, 3 ക്യാൻഡിലിൻ്റെ ബേസ് കറക്റ്റ് അല്ല. ഇവിടെ വോളിയം കൂടി നിൽക്കുക. കാരണം ഇത് 1, 2 രണ്ടാമത്തെ ക്യാൻഡിലിൻ്റെ ഒപ്പത്തിലാണ് മൂന്നാമത്തെ ക്യാൻഡിൽ നിൽക്കണേ. ഇവിടെ 1, 2 മൂന്നാമത്തെ ക്യാൻഡിൽ 2 ക്യാൻഡിലിന് മുകളിലാണ് നിൽക്കുന്നത്. അതാണ് ഈ ഓപ്ഷൻ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറയണം. കാരണം ഇത് ആൾക്കാർ വിട്ടു കൊടുക്കുന്നില്ല. സിയുടെ ഇതാരും ക്വിറ്റ് ചെയ്യുന്നില്ല. സി ഇപ്പോഴും ആളുകൾ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് താഴത്തോട്ട് പോകുന്നില്ല. നമ്മൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളൊരു ട്രേഡ് എടുത്തു എന്നിട്ടത് ഇട്ടിട്ട് മാറി നിന്നിട്ടല്ല, ഓരോ ക്യാൻഡിലും എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇതൊരു ട്രാപ്പാണ്. ആ ട്രാപ്പിൻ്റെ കേസ് ആയതുകൊണ്ടാണ് നമ്മൾ രാവിലോട്ട് പറയണത് എപ്പോൾ എൻട്രി എടുത്താലും ഒന്നെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ് അല്ലെങ്കിൽ 3 മുതൽ 5 പോയിന്റ് വരെ എടുക്കാനായിട്ട് ശ്രമിക്കണം. അതിൽ എക്സാക്റ്റ് ആയിട്ടുള്ള ഉദാഹരണമാണ് ഇവിടെ കണ്ടത്. കാരണം ഇവിടെ 3 ക്യാൻഡിൽ ഒരേ ബേസിലാണ് നിൽക്കുന്നത്. ഇവിടെ 2 ക്യാൻഡിൽ കഴിഞ്ഞിട്ട് ഇത് തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ക്യാൻഡിലും ഒപ്പത്തിനൊപ്പം നിൽക്കാൻ പാടുള്ളൂ, ബ്രേക്കൗട്ട് ആവാൻ പാടില്ല. ഇതൊരു ഫേക്ക് ബ്രേക്കൗട്ട് തന്നു, പക്ഷെ ഇവിടെ നമുക്ക് ജെന്യൂൻ ആയിട്ടുള്ള ബ്രേക്കൗട്ട് താഴത്തോട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനർത്ഥം ഇവിടെ ബ്രേക്കൗട്ട് കിട്ടിയിട്ടുണ്ട്, പക്ഷേ സി ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൾക്കാർ അത് ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞതിനർത്ഥം. ഇപ്പം നോക്കിക്കേ, 1, 2, 3 നാലാമത്തെ ക്യാൻഡിലിൻ്റെ ഓപ്പണിലാണ് ആ മാർക്കറ്റ് നിൽക്കുന്നത്. 1, 2, 3 നാലാമത്തെ ക്യാൻഡിലിൻ്റെ ഓപ്പണിലാണ് മറ്റേ റെഡും വന്ന് ടാലിയായിട്ട് നിന്നത്. ഇപ്പോഴാണ് മാർക്കറ്റ് ടാലിയായത്. പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ തോന്നാം, പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ഇതുവരെ ഒരാളും ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. വളരെ അപൂർവമായിട്ടുള്ള ആൾക്കാരെ അതൊക്കെ ശ്രദ്ധിക്കത്തുള്ളൂ. ഈ ക്യാൻഡിലിൻ്റെ മൂവ്മെൻറ്റ് ഒരേപോലെയാണോ, ഇവിടെ ടാലി ചെയ്ത് നിൽക്കണുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. എന്തായാലും യെല്ലോ ലൈൻ ടച്ച് ചെയ്തിട്ടേ നമ്മൾ അടുത്ത ലോങ് ഡ്രൈവിനൊക്കെ എന്തായാലും ശ്രമിക്കുന്നുള്ളൂ. ഞാൻ 138 നിന്ന് 140ലേക്ക് ഒരു 2 പോയിന്റ് കൂടെ കിട്ടുമെന്ന് നോക്കട്ടെ. ഹൈ വോളിയം ബ്രേക്കൗട്ട് 9:45 9:50 ഒരു ഹൈ വോളിയം ബ്രേക്കൗട്ട് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, ഒരു പൊട്ടിത്തെറിക്കുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ കുപ്പിയിലടച്ച ഭൂതത്തിൻ്റെ അവസ്ഥയാണ് ചാർട്ടിന്. നോൺ സ്റ്റോപ്പ് ലൈവായിരുന്നു. സാധാരണ വീഡിയോ പോസ്റ്റ് ചെയ്ത് വെക്കുന്നത്, ഇന്ന് അതിനൊന്നും സമയം കിട്ടിയില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. 138 ബ്രേക്ക് ചെയ്താൽ 138 മുതൽ 140 വരെ.
കാരണം സി ആൾക്കാർ വിട്ടിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണിത്. അത് ഇവിടെ ഇങ്ങനൊരു മൂവ്മെൻറ്റ് വന്നപ്പോഴേ എനിക്കെന്തോ സാധനം സ്മെല്ല് ചെയ്താണ്. കാരണം ആൾക്കാർ സി വിടാൻ ഉദ്ദേശമില്ല, പിയിൽ അതൊരു ഫേക്ക് അപ്പാണെന്നുള്ള കാര്യങ്ങൾ എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു സെനാരിയോ വന്നതുകൊണ്ടാണ്. ടാലിയല്ല രണ്ടും തമ്മിൽ. ഇപ്പോൾ മഞ്ഞ ലൈൻ മുട്ടിയിട്ടൊക്കെ ടാലി ആവത്തുള്ളൂ. എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ 134 ടാലിയായി യെല്ലോ ലൈൻ ടച്ച് ചെയ്ത് നിൽപ്പുണ്ട്. ഇവിടെയും ടാലിയായിട്ട് യെല്ലോ ലൈൻ ടച്ച് ചെയ്ത് നിൽപ്പുണ്ട്. ഇപ്പോൾ എത്രയാണപ്പോൾ 135 ബ്രേക്ക് ചെയ്താൽ 138. അപ്പോൾ ഒരു 3 പോയിൻ്റ് അവിടെ നിന്ന് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. കാരണം ഇത് കയറി വരികയാണ്. ഇത് റെഡിലേക്ക് എത്തുമ്പോൾ ക്യാൻഡിൽ 138ൻ്റെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഒരൊറ്റയടിക്കായിരിക്കും മാർക്കറ്റ് 150ലേക്ക് പോകുന്നത് കേട്ടോ. അതായത് പിയിൽ മാസി മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. എല്ലാവരെയും കളിപ്പിച്ചുകൊണ്ട് ഒരു 10-25 പോയിൻ്റ് സിംഗിൾ ക്യാൻഡിൽ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് വൈൻഡപ്പ് ചെയ്യാം. 1 മണിക്കൂറോടുകൂടി ഫില്ലാവുമ്പോൾ അത് സെറ്റാവും തോന്നുന്നുണ്ട്. ഹോൾഡ് ചെയ്യാം. ഇവിടെ 141, 142 ബ്രേക്ക് ചെയ്താൽ 144ലേക്ക് ഒരു 2 പോയിൻ്റ്. ഇവിടെ 135 ബ്രേക്ക് ചെയ്താൽ 138.50 വരെയുള്ള പോയിൻ്റ്. അങ്ങനെ ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ കോസ്റ്റ് ടു കോസ്റ്റ് ആക്കി ഇട്ടേക്കുക. ഇപ്പോൾ ലിമിറ്റ് ഓർഡറിൽ എടുത്താലും ചിലവർ ലിമിറ്റ് ഓർഡറിൽ എടുക്കും. അതായത് 136 മുതൽ 138 വരെ ലിമിറ്റ് ഓർഡറിൽ എടുക്കും. അത് 1 ക്ലിക്ക് ആണെങ്കിലേ അതൊക്കെ പോസിബിൾ ആയിട്ടുള്ള കാര്യമുള്ളൂ. മൊബൈലിൽ ഇത്തിരി പാടാം. അപ്പോൾ ചാർട്ടില്ല 1 ക്ലിക്ക് ചെയ്യണമെങ്കിൽ ധന്നിൽ 1 ക്ലിക്ക് ഉണ്ട്. ഇപ്പോൾ സെറോദയിൽ 1 ക്ലിക്ക് വരാൻ പോകുന്നെന്ന് പറയുന്നുണ്ട്. നമ്മൾ രാവിലെ പ്ലാൻ ചെയ്ത 3, 5 സാധാരണ 8ഉം 10ഉം പോയിൻ്റാണ് പറയണേ. നമ്മൾ ഇന്ന് പറഞ്ഞേക്കണത് 3 തൊട്ട് 5 പോയിൻ്റ് വരെ നമുക്ക് എടുത്തു നിന്നാൽ മതി. മെജോറിറ്റി കൺസോൾട്ടേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ മാർക്കറ്റ് 133, ഒരു 3 പോയിൻ്റ് ഇവിടെ നിന്ന് കിട്ടും. മുപ്പത്തഞ്ച് യെല്ലോ ലൈൻ ടച്ച് ചെയ്യണ്ടേ. അത്രയും വരെ അടുത്ത് വന്നിട്ട് 136, 136, 3 പോയിൻ്റ് അവിടെ കിട്ടിയിട്ടുണ്ട്. കാരണം യെല്ലോ ലൈൻ അത്രയും വന്നപ്പോൾ ഒരു മാഗ്നറ്റിക് പോലെ ആക്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പം 3 പോയിൻ്റ് കിട്ടുമെന്ന് പറഞ്ഞത്. കുറച്ചും കൂടെ ഒന്ന് പോകണം ശരിക്കും. 136 അത് 138 വരെ പോകണം. കാരണം ലെഫ്റ്റ് സൈഡ് സിയിൽ 135ലേക്ക് ഒരു 2 പോയിൻറ്റും കൂടെ ഇറങ്ങാനുണ്ട്. ഈ സാധനം അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് 135 നിന്ന് 138 വരെ പി പോകും. ആ 138 പോയി കഴിഞ്ഞാൽ അതിൻ്റെ നെക്സ്റ്റ് ക്യാൻഡിൽ കണ്ടിന്യൂ ചെയ്ത് അങ്ങ് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് 150 വരെയാണ് നമ്മുടെ ടാർഗറ്റ് കേട്ടോ. അതായത് മാർക്കറ്റ് അടുത്തൊരു 1 സൈഡ് ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് വരാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ്. ഒരു മണിക്കൂർ കൊണ്ട് 150 എത്തിച്ചിട്ട് നമുക്ക് പരിപാടി വൈൻഡപ്പ് ചെയ്യാം. ഒന്നിപ്പോൾ താഴത്തോട്ട് വരും. ആ താഴത്തോട്ട് വന്ന ഒരു 133-ൽ സപ്പോർട്ട് എടുക്കും. 132-ൽ സപ്പോർട്ട് എടുത്തു. പി പി 132 സപ്പോർട്ട് എടുത്തു. നമ്മൾ പറഞ്ഞു റെഡ് ക്യാനിൽ ഇപ്പോൾ താഴത്തോട്ട് വരും, 132 സപ്പോർട്ട് എടുക്കും. ആ 132 സപ്പോർട്ട് എടുത്തപ്പോൾ അവിടെ നിന്നൊരു എൻട്രി എടുത്തു. കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെച്ചേക്കുക. ഒന്നെങ്കിൽ അതിൽ
കോസ്റ്റ് ടു കോസ്റ്റ് അടിച്ച് പോവുക. ഇല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ 136 ബ്രേക്ക് ചെയ്ത് നേരെ 150 പോവുക. പോട്ടെ, 150 പോയി നിന്നാൽ മതി. അങ്ങനെയാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു എൻട്രി ആയിരുന്നു. നെക്സ്റ്റ് ക്യാൻഡിൽ താഴത്തോട്ടൊന്ന് വരും, 132 സപ്പോർട്ട് എടുക്കും. 132 സപ്പോർട്ട് എടുക്കുമ്പോൾ 132 സപ്പോർട്ട് എടുത്തിട്ട് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ അത് കോസ്റ്റ് ടു കോസ്റ്റ് അടിച്ചു പൊക്കോട്ടെ, പ്രശ്നങ്ങളില്ല. അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 150. ഇനി ഒരു സപ്പോർട്ടും കൂടെ എടുക്കാൻ താഴത്തോട്ട് വന്നാൽ 128 സപ്പോർട്ട് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അമ്മേ, താഴത്തോട്ട് ഫാളായാൽ 128 ഫാളാവും. 128 ഫാളായാൽ സിയിൽ അത് 144 പോകുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ കോസ്റ്റ് ടു കോസ്റ്റ് പോലും അടിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ മെജോറിറ്റി. പിന്നെ ഒരു പോയിന്റ് കയറ്റി വെച്ച് ഇനി ഒരു പോയിന്റ് കയറ്റി വെച്ചാൽ ചിലപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു പോയിന്റെങ്കിൽ ഒരു പോയിന്റ് കിട്ടും. ശരിക്കും അത് സുഖമായിട്ട് ഇവിടെ നിന്നുള്ള 132 നിന്ന് ഈസി ആയിട്ട് ഒരു 139 വരെയൊക്കെ കിട്ടിയതാണ്. 7 പോയിന്റ് അടുത്ത് കിട്ടിയതാണ്. പക്ഷെ നമ്മുടെ ലക്ഷ്യം നമ്മൾ എന്തായാലും പറഞ്ഞു പോയി, ഒന്നെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ് അടിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇത് 150 150 144 ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞു പോയി. അതുകൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്നതാണ്. 44 6 മിനിറ്റ് ഉണ്ട്, 2 4 6 മിനിറ്റ് ഉണ്ട്. കാരണം വിടുന്നില്ല, മേളിലോട്ട് പോകാനായിട്ട് സമ്മതിക്കണില്ല, ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. ഇവിടെ ഒരു മടക്കിനുള്ള സാഹചര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. 135 ബ്രേക്ക് ചെയ്ത് പോയാൽ മാത്രമേ രക്ഷയുള്ളൂ. 134.80 134.80. ആ റെഡ് അത്ര സുഖമുള്ള റെഡ് അല്ല, കാരണം ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടൊന്ന് പേടിപ്പിച്ചിട്ട് മുകളിലോട്ട് കയറിപ്പോവും. 135.83 കൂടെ ബ്രേക്ക് ചെയ്താൽ അങ്ങ് പോട്ടെ. ഓ, 45 മിനിറ്റായി. ഒറ്റടിയായിരിക്കും ചിലപ്പോൾ. ഒന്നെങ്കിൽ ഒറ്റടിക്ക് ഇവിടെ നിന്ന് താഴത്തോട്ട് 6 പോയിന്റ് താഴത്തോട്ട് ഫാളാവും. അങ്ങനെ 6 പോയിന്റ് താഴത്തോട്ട് ഫാളായാൽ 138 നിന്ന് ഇവിടെ നിന്നുള്ള ഹൈ, അതായത് 138 139 ബ്രേക്ക് ചെയ്താൽ 141 144 ഒന്നെങ്കിൽ അത് 148 പോകും. എന്തായാലും ഒരു മടക്കിൻ്റെ സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. ഇവിടെ RSI താഴത്തിട്ട് റീകർവ് ചെയ്യാനായിട്ട് സാഹചര്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് എവിടെ നിന്നാണെങ്കിലും നമുക്ക് പ്രോഫിറ്റ് കിട്ടിയാൽ മതി.
മറ്റേ നമ്മുടെ കോസ്റ്റ് ടു കോസ്റ്റ് അടിച്ചു. ഏതാ പിയിൽ കോസ്റ്റ് ടു കോസ്റ്റ് അടിച്ചു. ആ ഡയലോഗ് പറഞ്ഞ കാരണം, അല്ലെങ്കിൽ 139 7 പോയിന്റ് കിട്ടിയേനെ. ഇവിടെ മടക്കിനുള്ള സാഹചര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഞാൻ ആ ഒരു മൂവ്മെൻറ്റ് കണ്ടപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു അത് ഒരു 143 വരെ പോകുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷ അസ്ഥാനത്തായിപ്പോയി. കുഴപ്പമില്ല, നമുക്ക് നെക്സ്റ്റ് ടൈം പിടിക്കാം. പക്ഷേ നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യം. പിന്നെ പറഞ്ഞ പോലെ 10 ലോട്ട് 20 ലോട്ടൊക്കെ എടുക്കുന്ന ആൾക്കാർ ചെറിയ സ്കാൽപ്പിൽ കുറച്ച് കൊടുത്തിട്ട് മറ്റേത് ഹോൾഡ് ചെയ്താലും വലിയ വിഷയങ്ങളില്ല. ഇപ്പോഴും ഡൗണിലേക്കായി എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം 132.50 സപ്പോർട്ട് എടുക്കുന്നുണ്ട്. 135.50 സപ്പോർട്ട് എടുക്കുന്നുണ്ട്. വൺസ് ഒരു തവണ കൂടെ 136 ബ്രേക്കായ സാധനം കയറിപ്പോവും. നമ്മുടെ കോസ്റ്റ് ടു കോസ്റ്റ് അടിച്ചിട്ട് കയറിപ്പോയില്ലേ. എന്നാലും വലിയ വിഷയങ്ങളില്ല. കയറിപ്പോണേ അങ്ങ് കയറിപ്പോട്ടെ, നമുക്ക് കൂട്ടത്തിലങ്ങ് പോവാം. പക്ക കൺസോൾട്ടേഷനാണ്. എനിവേ, ഇനി വലുതായിട്ട് ഇരുന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നണില്ല. ഇനി ഒരു സേഫായിട്ടുള്ള സോൺ മാർക്ക് ചെയ്തിട്ട് നമുക്ക് പതുക്കെ വീഡിയോ പോസ് ചെയ്യാം. ഇനിയിപ്പോൾ 140 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 144 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 149. അതേ പീക്ക് ഇനി ചാൻസ് ഉള്ളൂ. സിയുടെ കേസിലാണെങ്കിൽ 142 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 149, 7 പോയിന്റ്. അതുമാത്രമാണ് ഇനിയൊരു പ്രതീക്ഷയുള്ളൂ. നിഫ്റ്റിയിൽ നമ്മൾ വരച്ചു വച്ചിരിക്കുന്ന ഒരു ലൈൻ, ബ്ലൂ ലൈൻ, ആ ബ്ലൂ ലൈന് മുകളിലോട്ട് പോയാൽ മാത്രമാണ് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഇത് 2 15 മിനിറ്റ്സിൻ്റെ ഡോജിലി ക്യാൻഡിലാണ് ഓൾറെഡി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ ഹൈ ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് മുകളിലോട്ട് പോവുള്ളൂ. നിലവിലുള്ള ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 22,743 അവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തെ SMA 22,700 മാർക്കറ്റ് ഫാളാവും. പക്ക കൺസോൾട്ടേഷനാണ് മാർക്കറ്റിൽ. ഡബിൾ കൺസോൾട്ടേഷൻ, ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഡബിൾ കൺസോൾട്ടേഷനാണ് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മെജോറിറ്റി ഒരു പിയുടെ ഭാഗത്തേക്കാണ് മാർക്കറ്റിൻ്റെ ഒരു ചരിവ്. നമുക്ക് 15 മിനിറ്റ്സിലൊന്ന് നോക്കാം. സിയിലേക്ക് 15 മിനിറ്റ്സിൽ ഒരു കർവ് വന്നിട്ടുണ്ടെങ്കിലും താഴത്ത് 130, 124, 120 ആ ഭാഗത്തേക്ക് ഒരു സപ്പോർട്ട് സോൺ കിടപ്പുണ്ട്. അപ്പോൾ അതേപോലെ താഴത്തോട്ട് ഇറങ്ങാനുള്ള ചാൻസസ് ഇവിടെ ഉണ്ട്. അതായത് പിയിലേക്ക് മൂവ്മെൻറ്റ് വരാൻ. അപ്പോൾ അതിന് നമുക്ക് അറിയാനായിട്ട് ഇത്തിരി എളുപ്പം 5 മിനിറ്റിൻ്റെ ക്യാൻഡിലാണ്. ഇവിടെ ക്രോസ് ഓവർ ആയിട്ടുണ്ട്. ഇവിടെ 5 മിനിറ്റിൽ മാർക്കറ്റ് മുകളിലേക്ക് കയറാനുള്ള ഒരു ലെവൽ വന്നിട്ടുണ്ട്. അപ്പോൾ 140 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 154 വരെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. RSI 5 മിനിറ്റ്സിൽ ക്രോസ് ഓവറായി വരുന്നുണ്ട്. അപ്പോൾ ലോങ് ഹോൾഡിങ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഒരു സപ്പോർട്ട്, ഇത് ഗ്രീനിലേക്ക് വരുമ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന് 140 ബ്രേക്ക് ചെയ്ത് നേരെ 154 മൂവ്മെൻറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ താഴത്തോട്ട് സപ്പോർട്ട് എടുക്കാൻ വന്നാലും ഒരു 128 വരെയൊക്കെ വരാനുള്ള ചാൻസസ് ഉള്ളൂ. 7 പോയിന്റ് സ്റ്റോപ്പ് ലോസ്. ഇത് ഗ്രീനിലേക്ക് കയറാതെ നമുക്കൊരു കൺഫർമേഷൻ പറയാനും പറ്റാത്ത അവസ്ഥയാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഈ 5 മിനിറ്റിൽ ഇതും കൂടെ ടാലി ആവണ വരെ ചാൻസസ് ഉണ്ട്.
അതായത് പിയിലേക്ക് RSI കൺവേർട്ടായി നിൽക്കുകയാണ്. അപ്പോൾ പി എടുത്താലും വലിയ വിഷയങ്ങളൊന്നുമില്ല എന്നാണ്, ചെറിയ സ്റ്റോപ്പ് ലോസ് ഒക്കെ വരുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാം, പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യാം. അപ്പോൾ നമ്മൾ 5 മിനിറ്റിൽ നോക്കിയത് കുറച്ചും കൂടെ അക്യുറസിക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ കുപ്പിയിൽ നിന്ന് അടച്ചുവിട്ട ഭൂതത്തിൻ്റെ കേസ് പറഞ്ഞില്ലേ, അപ്പോൾ ഈസി ആയിട്ട് നമ്മൾ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തു, കറക്റ്റായിട്ട് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു, RSI അപ്സൈഡിലേക്ക് നിൽക്കുകയാണ്. ഇനി പോയാൽ അടുത്ത നെക്സ്റ്റ് ടാർഗറ്റ് എവിടെയാണ്? ഇങ്ങനെ നിൽക്കുമ്പോഴേ നമ്മൾ പറഞ്ഞതാണ് നല്ല രീതിയിലുള്ള മാർക്കറ്റ് വരും, നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരിക്കണം. അപ്പോൾ ഈ 5 മിനിറ്റിൻ്റെ ക്യാൻഡിലിൻ്റെ മൂവ്മെൻറ്റ് കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ട്രേഡ് എടുത്തത്. ഇപ്പോൾ ഇത് നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ നിന്ന് വീണ്ടും ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ 165 177 വരെയൊക്കെ മാർക്കറ്റ് പോവാം. RSI ഗ്രീനിലേക്ക് കയറി അനുകൂലമായിട്ട് നിൽക്കുകയാണ്. 155 159 160 165 അടുത്ത് വരെയൊക്കെ ഏതാണ്ടും പോയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ വിക്കിലാണ് മാർക്കറ്റ് ഇടിച്ച് നിൽക്കുന്നത്. ഇനിയിപ്പോൾ അത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ്, നെക്സ്റ്റ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്താൽ റെസിസ്റ്റൻസ് ഏരിയ 165 ആണ്. 165 ബ്രേക്ക് ചെയ്താൽ പിന്നെ 177 ആണ്. ഇത്ര ഉള്ളു. നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 5 പോയിൻ്റ് 2 പോയിൻ്റൊക്കെ വെച്ചിട്ട് മാർക്കറ്റിനെ വാച്ച് ചെയ്താൽ വലിയ വിഷയങ്ങളൊന്നും വരാതെ 165 നോക്കിയേ, 165 ആണ് മാർക്കറ്റ്. എവിടം വരെ പോയിട്ടുണ്ട്? 164.90. ഒരു 10 പോയിൻ്റ് മിച്ചു വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് 165 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് എന്തായാലും 177 പോകണം. അപ്പോൾ അതുകൊണ്ട് ആ വാതിൽ തുറന്നു കൊടുക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടായാൽ മാത്രമാണ് മാർക്കറ്റ് 177 പോകത്തുള്ളൂ. അപ്പോൾ രാവിലെ ഇങ്ങനെ തന്നെയായിരുന്നു, ഒരു 135 134.90 മാർക്കറ്റിൽ മൂവ് ചെയ്തിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്തത്. അപ്പോൾ ഈ ഒരു 5 മിനിറ്റ് ക്യാൻഡലിൻ്റെ ബലത്തിലാണ് നമുക്ക് പി തന്നെ കോൺസെൻട്രേഷൻ ചെയ്യാമെന്ന് പറഞ്ഞത്. 164 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. ഇനി അഗെയിൻ 165 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 177 പോകത്തുള്ളൂ. കാരണം 5 മിനിറ്റ് RSI ഒരു യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് അടുത്ത സെക്ഷനിൽ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എത്ര പോയിൻ്റായി? നമ്മൾ ഈ ഒരു പോയിൻ്റ് കണ്ടുകൊണ്ട് 135 ആ ഭാഗത്തായിരുന്നു നമ്മൾ ബ്രേക്ക് ഔട്ട് എടുത്തത്. 135 45 55 65 30 പോയിൻ്റ് ഓൾമോസ്റ്റ് ഡണ്ണാണ്. നമ്മളതാ പറഞ്ഞത്, 1 മണിക്കൂർ മാർക്കറ്റ് നമ്മൾ 10 മണിയാകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ 9:55 കഴിയുമ്പോഴത്തേക്കും മാർക്കറ്റിൽ ഒരു മൂവ് വരാനുള്ള ചാൻസ് ഉണ്ട്, അത് നമുക്ക് ക്യാച്ച് ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് വെയിറ്റ് ചെയ്തത് ഈ ഒരു ഉദ്ദേശം കൊണ്ടാണ്. ഇനി 165 എന്നു മുതലുള്ള റെസിസ്റ്റൻസ് ആണെന്ന് നോക്കണം. 30 പറഞ്ഞ പോലെ 2-3 ദിവസത്തെ റെസിസ്റ്റൻ്റാണ്, അത് വളരെ സ്ട്രോങ് ആണ്. ആ 165 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 177ലേക്ക് പോകും. മാർക്കറ്റ് നമ്മുടെ സെക്കൻഡ് ടാർഗറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 177 ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണ്. 173 എന്തായാലും കൺസോൾട്ടേഷനാണ്, അത് ഹിറ്റ് ചെയ്യണം, ഹിറ്റ് ചെയ്യാതെ വേറെ നിവൃത്തിയില്ല. കാരണം നമ്മൾ പറഞ്ഞു യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ചിലർ വിചാരിക്കും ഇത്രയും വലിയൊരു ലെങ്തി ക്യാൻഡിൽ വന്നപ്പോൾ എന്തായാലും ഒരു റിവേഴ്സ് ഉണ്ടാവുമെന്ന് വിചാരിക്കും. അങ്ങനെ യാതൊരുവിധ നിർബന്ധവും ഇല്ല. 177 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 195ലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. വൺ 177 ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് വൈൻഡപ്പ് ചെയ്യാം, ലൈവ് വൈൻഡപ്പ് ചെയ്യാം. എത്ര വരെ പോയി? 175 വരെ പോയി, 2 പോയിൻറ്റിൻ്റെ വ്യത്യാസം.
അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളുടെ 177 എന്നുള്ള ലെവല് ബ്രേക്ക് ചെയ്ത് അങ്ങനെ പോവുകയാണ്. യാത്ര എത്ര നാൾ തുടരാൻ പറ്റുമോ, എത്ര നാൾ വേണമെങ്കിലും തുടരട്ടെ. നെക്സ്റ്റ് അത് വാനിഷായി. നെക്സ്റ്റ് 195 ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ 177 സാധനത്തിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് വേണമെങ്കിൽ ഒരു 175 ലോക്ക് ചെയ്തിടാം. 2 പോയിൻറ്റിൻ്റെ വ്യത്യാസമുള്ളൂ. 175 0.50 ഔട്ടായിട്ടുണ്ടെങ്കിൽ അത് ഔട്ടാവട്ടെ. പിന്നെ വീണ്ടും ഒരു ബ്രേക്കൗട്ട് വരികയാണെങ്കിൽ 195 എടുക്കാം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഈ ഒരു ക്യാൻഡിൽ കംപ്ലീറ്റ് ഫോം ആവാതെ അടുത്ത ക്യാൻഡിലിൻ്റെ ഒരു മൂവ്മെൻറ്റ് അറിയാൻ പറ്റില്ല. കാരണം ഇവിടെ നിന്നൊരു ഫാൾ വന്നാൽ നല്ല രീതിയിൽ 165 153 മാർക്കറ്റ് മൂവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ 177 175 നമ്മൾ ട്രേഡ് അവസാനിപ്പിച്ചു. മാർക്കറ്റ് ഇനി എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോട്ടെ, നമുക്ക് കിട്ടാനുള്ള സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് നമ്മൾ സെക്കൻഡ് ട്രേഡ് ഡൺ 135 തൊട്ട്. ഇനിയിപ്പോൾ ഇത് ഡോജി ക്യാൻഡിൽ ആയാൽ നെക്സ്റ്റ് ക്യാൻഡിൽ 195 മൂവ് ചെയ്യണം മാക്സിമം. പോയി കഴിഞ്ഞാൽ അവിടം വരെ. അത് കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ട് പോകുന്നൊന്നും അറിയില്ല. ശരിക്കും ഈ RSI ക്രോസ് ഓവർ ആവുന്നവരെ 5 മിനിറ്റ് ഹോൾഡ് ചെയ്യാം എന്നുള്ളതാണ്. അതൊന്നെങ്കിൽ 194 വരെ പോകും, അല്ലെങ്കിൽ ഈ 177 തന്നെ ഇങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്തിട്ട് ഹൈ വോളിയത്തോടു കൂടി തിരിച്ച് താഴത്തേക്ക് ഇറങ്ങാം. അപ്പോൾ നമ്മൾ അത്ര വലിയ കോൺസെൻട്രേഷൻ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. 135 175 എന്ന് പറയുമ്പോൾ 40 പോയിൻ്റ് അടുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ന്യായമായിട്ടുള്ളൊരു പ്രോഫിറ്റാണ്. നമുക്കതിൽ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവരോ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ, എസ്പെഷ്യലി കൺസോൾട്ടേഷൻ ടൈമിൽ എങ്ങനെയാണ് നമ്മളൊരു എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ എക്സാക്റ്റ് എക്സാമ്പിൾ വീഡിയോ ആണിത്. എല്ലാവർക്കും നല്ല രീതിയിലുള്ള ട്രേഡിംഗ് ഡേ ആവട്ടെ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. ഓൾ ദി ബെസ്റ്റ്.